ക്രോഷേ ബാഗ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു റിങ് ഉണ്ടാക്കുക. റിങ് ഉണ്ടാക്കിയിട്ട് മാജിക് റിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ചെയിൻസ് ഉണ്ടാക്കുക. നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ലെങ്ത്ത് ഇടുക. അത്രയും ചെയിൻസ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ചെയിൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നത് സിംഗിൾ ക്രോഷേ ആണ്. ഒരുപാട് ടൈപ്പ് സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ നമുക്ക് സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, സ്ലിപ്പ് സ്റ്റിച്ച്, ക്ലോസ് ചെയ്യുന്നത്, ചെയിൻസ് ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. കുഞ്ഞ് ഹാൻഡ് ബാഗ് ഉണ്ടാക്കുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ ഉണ്ടാക്കിയ ഒരു റെക്റ്റാങ്കിൾ പീസ്. ഇതിനിങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടൈപ്പിലുള്ള ഒരു ബാഗ് പോലത്തെ കിട്ടും. ഇനി നമ്മൾ സ്ട്രാപ്പ് മേക്കിംഗ് ആണ് നോക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. ആദ്യം ചെയിൻസ് ഉണ്ടാക്കുക, പിന്നെ സിംഗിൾ ക്രോഷയിൽ ക്ലോസ് ചെയ്യുക ഫുൾ ലെങ്ത്തിന്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷേ ആണ്. ഈ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത് ഈ യാണിനകത്തൂടെ ഇടുന്നു. എന്നിട്ട് നമ്മൾ മൂന്ന് ലൂപ്പ് വരും. അതിൽ 2 ലൂപ്പ് ആദ്യം എടുക്കുക, എന്നിട്ട് ഒരു ലൂപ്പ്, അത് ഒരു ലൂപ്പാവും. പിന്നെ അഡീഷണൽ ഒരു ലൂപ്പും കൂടെ എടുത്തിട്ട് 2 ലൂപ്പ്. സിംഗിൾ ക്രോഷേയുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ അതിൽ ചെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ ഫുൾ ലെങ്ത്തിനും ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ യാൺ ചേഞ്ച് ചെയ്യുന്നതാണ് റെഡിൽ നിന്നും വൈറ്റിലോട്ട്. വൈറ്റ് യാൺ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഫുൾ യാണും ഫുൾ ലെങ്ത്തിൽ ഈ ലെങ്ത്ത് മുഴുവൻ, സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മുഴുവൻ ഫുള്ള് ഡബിൾ ക്രോഷേ ചെയ്യണം. നല്ല തുണി കിട്ടും. അത് വാങ്ങിച്ച് അകത്തൊരു ലൈനിങ് കൊടുത്തിട്ട് ഈ ഒരു സ്ട്രാപ്പും ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെച്ച് നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തു. ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു ബട്ടൺ വയ്ക്കാം. ഇതുപോലുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.